സേഫ് സൈൻലാബ്ദീൻ കൂടി നിലമ്പൂരിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. സേഫ്, എം സ്വരാജിന്റെ ഇന്നത്തെ പ്രചാരണം എവിടെയായിരുന്നു? സാധ്യത ഇപ്പോൾ UDFന്റെ പ്രചാരണ വിഷയങ്ങളൊക്കെ വിശദമായി തന്നെ പറയുകയുണ്ടായി. അതിൽ ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ നാളത്തെ പെരുന്നാൾ അവധി മാറ്റിക്കൊണ്ടുള്ള ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടല്ലോ. പെരുന്നാൾ അവധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നേതാക്കന്മാർ കൃത്യമായ മറുപടി പറഞ്ഞു പോകാൻ വേണ്ടിയാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. അത് വരും സമയങ്ങളിൽ സ്വാഭാവികമായിട്ടും അതിനകത്ത് മറുപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അമൃത. കാരണം പെരുന്നാൾ അവധിയെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്നാണ് നേതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ നമ്മളോട് അവർ പറയുന്നത്. അവർ കുറച്ച് പ്രചരണത്തിൻ്റെ തിരക്കിലായതുകൊണ്ടാണ് പ്രതികരണത്തിലേക്ക് പോകാതിരിക്കുന്നത്. അവർ സ്വാഭാവികമായിട്ടും വരും സമയങ്ങളിൽ പ്രതികരണം നൽകും എന്നാണ് കണക്കാക്കുന്നത്. പെരുന്നാൾ ഉള്ളത് 7-ാം തീയതിയാണ്. ആ ദിവസം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ 6-ാം തീയതി അവധി കലണ്ടർ അവധി ഉള്ളതാണ്. ആ അവധി മാറ്റിക്കൊണ്ട് 7-ാം തീയതി നൽകി എന്നുള്ള പ്രചരണം അത് നിലമ്പൂർ മണ്ഡലത്തിലാകെ ഇപ്പോൾ സംസാരിക്കുന്ന നേതാക്കന്മാർ, UDFന്റെ എല്ലാ നേതാക്കന്മാരും അത് പറയുന്നുണ്ട്. അത് പക്ഷേ മറ്റൊരു സ്വഭാവത്തിൽ അതിനെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു നിലപാട്. ഇപ്പോൾ ഇടതുമുന്നണിയുടെ ഒരു നിലപാട്, സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുടെ നിലപാട് അത് ഔദ്യോഗിക പ്രതികരണമായി വരും. കാരണം ഇപ്പോൾ നിലമ്പൂരിലേക്ക് അവർ പ്രതികരിക്കാതെ ഇരിക്കുന്നത്. മാത്രമല്ല സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ നിലമ്പൂരിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി നാളെ രാവിലെയോടുകൂടി മാത്രമേ അവർ എത്തിച്ചേരുകയുള്ളൂ. വഴിയിലാണ് ഉള്ളത്. കൂടുതൽ നേതാക്കൾ ഇവിടെ ഇല്ല എന്നൊരു പ്രശ്നം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും പ്രതികരണം അക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നീടുള്ളത് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ടുള്ള പരാമർശം. അത് വലിയ രീതിയിൽ കത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് UDF നടത്തുന്നുണ്ട്. സ്വാഭാവികമാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു വിഷയം കിട്ടുമ്പോൾ അത് കത്തിച്ചെടുക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് അജണ്ട. അത് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട പരാമർശത്തിൽ അവരത് ചെയ്യുന്നുണ്ട്. അതിന് മറുപടി എന്നോണം LDF പറയുന്ന കാര്യം, മലപ്പുറം ജില്ലാ രൂപീകരണം ഏത് കാലത്താണ് ഉണ്ടായത്? EMSന്റെ കാലത്താണ് ഉണ്ടായത്. EMSന്റെ കാലത്ത് അത് ഉണ്ടാക്കിയപ്പോൾ മലപ്പുറം ജില്ലാ വിരുദ്ധ റാലി സംഘടിപ്പിച്ചത് കോൺഗ്രസ്സാണ്. അത് പറഞ്ഞുകൊണ്ടാണ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി LDF രംഗത്ത് വരുന്നത്. അതിന് മറുപടി കോൺഗ്രസ് പറയുന്നില്ല എന്ന് CPMന്റെ ചില നേതാക്കൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീടുള്ളത് LDFന്റെ കയ്യിലുള്ള, അവർക്ക് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട പരാമർശവും ഇപ്പോൾ പെരുന്നാളിൻ്റെ അവധിയുമാണ് UDFന്റെ കയ്യിലുള്ളതെങ്കിൽ LDFനെ സംബന്ധിച്ച് LDF അവർ പ്രചരണത്തിൽ ഉടനീളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ക്ഷേമ പെൻഷൻ വിഷയം 40,000-ൽ പരം ആൾക്കാർ ഈ നിലമ്പൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട്. ഒരു മാസം 6,35,00,000-ഓളം രൂപ ക്ഷേമ പെൻഷന് വേണ്ടി ചെലവഴിക്കുന്നു എന്നാണ്, നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രം ചെലവഴിക്കുന്നു എന്നാണ് ഇടതുമുന്നണി നേതാക്കൾ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അത്രയും പേരെ അപമാനിച്ച് സംസാരിച്ച KC വേണുഗോപാലിന് അത് ആ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. ഇപ്പോൾ പ്രചരണ രംഗത്ത് സജീവമാക്കി അത് നിർത്തിയിരിക്കുന്നത് ഇടതുമുന്നണി തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും ആണ് തെരഞ്ഞെടുപ്പ് രംഗം മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായിട്ടും കൊണ്ടും കൊടുക്കലും കുറച്ചുകൂടി വർദ്ധിക്കുന്ന ദിവസങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത്. എന്ത് വിഷയം കിട്ടിയാലും അത് കത്തിച്ചെടുക്കുക എന്നുള്ളത് തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവ ചർച്ചയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള പലതരത്തിലുള്ള വിഷയങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് മറുപടി പറഞ്ഞു പോവുക, അതിൻ്റെ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ സംസ്ഥാന സർക്കാർ നൽകുക, അങ്ങനെ പലതരത്തിൽ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്ന ഒരു സംഭവമാണ് ഈ ഉപതെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുകളും ഉപതെരഞ്ഞെടുപ്പുകളും. നിലമ്പൂരിൽ കുറച്ചുകൂടെ കടുക്കും എന്നത് തോന്നുന്നു. വരും ദിവസങ്ങളിൽ നമുക്ക് കുറച്ചുകൂടി കനത്ത രാഷ്ട്രീയം കാണുക ആയിരിക്കും നമ്മൾ നിലമ്പൂരിൽ നിന്ന് ഉണ്ടാവുക എന്ന് തോന്നുന്നു അമൃത. എന്തായാലും ഇന്നത്തെ എം സ്വരാജിൻ്റെ പ്രചരണ പരിപാടികൾ ഉണ്ടായിരുന്നത് മൂത്തേടം പഞ്ചായത്തിലാണ്. ആദ്യം നിലമ്പൂർ നഗരസഭയിലാണ് പ്രചരണം നടന്നത്, സ്ഥാനാർത്ഥി പര്യടനം നടന്നത്. പിന്നീട് പോത്തുകൽ പഞ്ചായത്തിൽ, അദ്ദേഹത്തിൻ്റെ ജന്മ സ്വദേശമായ പോത്തുകൽ പഞ്ചായത്തിലുണ്ടായിരുന്നു. ഇന്നലെ വഴിക്കടവ് പഞ്ചായത്തിലായിരുന്നു. ഇന്ന് മൂത്തേടം പഞ്ചായത്തിലാണ്. നാളെ മറ്റൊരു പഞ്ചായത്തിലുണ്ട്. മറ്റന്നാൾ പെരുന്നാളായതുകൊണ്ട് അന്നത്തെ ദിവസം പര്യടനം ഉണ്ടാകില്ല. 10-ാം തീയതിയോട് കൂടി പഞ്ചായത്തുകളിലെ സ്ഥാനാർത്ഥി പര്യടനം പൂർത്തിയാക്കി പിന്നെ വീടാന്തരം കയറിയുള്ള വോട്ട് തേടലാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. 2 സ്ഥാനാർത്ഥികളും, ഇപ്പോൾ LDF UDF ആയാലും പിന്നീട് അൻവർ ആയാലും, ഇവരെല്ലാം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി, ഈ 2,32,000 പേരെ വോട്ടുണ്ട്. അതിനകത്ത് ഒരു 1,80,000 പേരെ വോട്ട് പോൾ ചെയ്യപ്പെടും എന്ന് നമുക്ക് വിചാരിക്കാം. ഇത്രയും പേരെ നേരിട്ട് കാണുക എന്ന് പറയുന്നത് ഒരു ഹെർക്കൂലിയൻ ടാസ്ക് എന്നൊക്കെ പറയുന്ന പോലെ വലിയ ടാസ്ക്കാണ്. അത്രയും പേരെ നേരിട്ട് കാണാൻ കഴിയാത്തത് കൊണ്ട് സംഘടനാ സംവിധാനം പൂർണ്ണമായും ചലിപ്പിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുന്നണി സംവിധാനത്തിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, UDF LDF എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാത്രി 10 മണി വരെ, കഴിഞ്ഞ ദിവസം ഒരു പാർട്ടി ഓഫീസിൽ ഒരു ഗസ്റ്റ് വെക്കാൻ വേണ്ടി ഒരു പാർട്ടി ഓഫീസിലേക്ക് പോയപ്പോൾ 10 മണി വരെ അവരുടെ
യോഗം 10-10:30 ആകുമ്പോഴാണ് യോഗം ചേരുന്നത്. 11 മണിയൊക്കെ ആവും ഫ്രീ ആവും എന്ന് നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. അത് കുറേ നാളായിട്ട് തുടങ്ങിയതാണ്. ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ പാർട്ടികളും സംഘടനാ സംവിധാനം ചലിപ്പിക്കുന്നുണ്ട്. അവർക്ക് എത്രത്തോളം ചലിപ്പിക്കാൻ കഴിയും അത്രത്തോളം ചലിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് വാശിയേറിയ പോരാട്ടം നമുക്ക് നിലമ്പൂരിൽ വരും ദിവസങ്ങളിൽ കുറച്ചുകൂടി വാശിയോടുകൂടി കാണാൻ കഴിയും. അമൃത.